ഹലോ ഗായ്സ്, എസ് കെ വി ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ എമ്പുരാന്റെ ക്യാരക്ടർ റിവീലിംഗ് സംഭവങ്ങൾ കഴിയാറായി. ക്യാരക്ടർ റിവീലിംഗ് എല്ലാം കഴിയാറായി. ഇനി വെറും 2 മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഓൾറെഡി ഒരെണ്ണം കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ. ലാസ്റ്റ് 2 പേര്, ഞാൻ ഇതിനു മുൻപത്തെ ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റ് ഒന്നും ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ബട്ട് ഇനി വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇനി വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ തോന്നൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് എനിവേ, ഇനി 2 കൂടി ബാക്കിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിലൊരെണ്ണം ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. നമുക്കത് കണ്ടാലോ? ഞാൻ പൃഥ്വിരാജ്, ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ്. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഖുറേഷി അബ്രാം എന്ന നെക്സസിന്റെ ഹിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു മേഴ്സണറി കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സയ്യിദ് മസൂദിനെ പരിചയപ്പെട്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾ സയ്യിദ് മസൂദിനെ ആ സിനിമയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെ പോലെയും സയ്യിദിനുമുണ്ട് അയാളുടെ ഒരു പാസ്റ്റ്, അയാളുടെ ഒരു കഥ, അയാളുടേതായിരുന്ന ഒരു ലോകം. ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറേഷി അബ്രാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ 2ാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയിൽ മനസ്സിലാക്കും. വളരെ കോംപ്ലക്സ് ആയ ഒരു വേൾഡാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിൽ നിങ്ങൾ കണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ക്യാരക്ടർ ഡൈനാമിക്സും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ കോംപ്ലക്സിറ്റി ഇനിയും വളരുകയാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ്. കുറച്ചധികം കഥാപശ്ചാത്തലങ്ങളും ഇപ്രാവശ്യം നിങ്ങൾ കാണാനിടയാകും. എന്നാൽ ഇതിന്റെ ഇടയിലൂടെയൊക്കെ തന്നെ വളരെ കോഹിറന്റ് ആയ ഒരു നറേറ്റീവ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെ തോന്നട്ടെ. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു. Or was it a misplaced assumption? Watch Empuran, the second part of the Lucifer franchise, on 27th of March 2025 in theaters worldwide. BGM ഒരു രക്ഷയില്ലാട്ടാ. അപ്പോൾ ആ ഒരു ക്യാരക്ടറും റിവീലായിരിക്കുകയാണ്. സയ്യിദ് മസൂദ്. അതെ, പൃഥ്വിരാജിന്റെ ലൂസിഫറിൽ തന്നെ സയ്യിദ് മസൂദിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ, അതായത് എബ്രഹാം ഖുറേഷിയുടെ ആ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന കമാൻഡോ എന്ന രീതിയിലായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം പറയുന്ന പോലെ ഈ സയ്യിദ് മസൂദിന്റെ തന്നെ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് മുഴുവൻ കണ്ടവർക്ക് തന്നെ മനസ്സിലായി കാണും. ഇതിന് മുൻപത്തെ കുറച്ച് പോസ്റ്ററിൽ സയ്യിദ് മസൂദിന്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്, ബ്രദറിനെ കാണിക്കുന്നുണ്ട്, അച്ഛനെ കാണിക്കുന്നുണ്ട്, അമ്മയെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും കാണിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ പോസ്റ്ററൊക്കെ വന്നു. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഒരു പാസ്റ്റ് ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് സയ്യിദ് മസൂദിന്റെ തന്നെ. അതാണ് സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിനെ പറ്റി ഈ സിനിമയ്ക്കകത്ത് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, എമ്പുരാൻ എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൊക്കേഷൻസ്, ലൂസിഫർ ഇതിൽ പറയുന്ന പോലെ തന്നെ ലൂസിഫറിൽ എന്താ പറയുക, ഒരുപാട് ലൊക്കേഷൻസ് എന്ന് പറയാനുണ്ടെങ്കിലും വളരെ ലൊക്കേഷൻസ് കുറവൊക്കെ ഉള്ളൊരു സിനിമയാണ്. ബട്ട് കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ വളരെയധികം കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ സംശയത്തോടു കൂടി നോക്കിയ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ക്യാരക്ടറിന്, കാരണം പ്രത്യേകിച്ച് ലാലേട്ടൻ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ആളുടെ ആ ഒരു ഇതിനകത്ത് കാണിക്കുന്ന മാനസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ. അതാണ് നമുക്ക് ആ സിനിമയ്ക്കകത്ത് മനസ്സിലായത്. അതിൻ്റെ കോംപ്ലക്സിറ്റി ഇനിയും കൂടുകയാണ്. ലാലേട്ടൻ്റെതല്ല, എല്ലാ സിനിമയുടെ തന്നെ കോംപ്ലക്സിറ്റി കൂടുന്ന രീതിയിലാണ് എമ്പുരാനിലേക്ക് വരുമ്പോൾ. കാര്യം അത് ഉറപ്പാണ്. കാര്യം അതിനകത്ത് പോലെ ലൊക്കേഷൻസോ കാര്യങ്ങളോ പറഞ്ഞ പോലെ തന്നെ ലൂസിഫറിലെ പോലെ വളരെ കുറച്ച് ലൊക്കേഷൻസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് കൺട്രീസിൽ കവർ ചെയ്തിട്ട് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഏകദേശം അറൗണ്ട് 6 കൺട്രീസിലൊക്കെ ഷൂട്ടിംഗ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്യാൻവാസ് ലെങ്ത് ഭയങ്കര, ആ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വലിയ ബിഗ് ക്യാൻവാസ് തന്നെയാണ്. അത്രയും വലിയൊരു സിനിമയായിട്ടാണ് എമ്പുരാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ പിന്നെ ക്യാരക്ടേഴ്സും ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു
ലൂസിഫറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ്, ഐ മീൻ എമ്പുരാനെ വെച്ച് നോക്കും, നമ്മളിപ്പോൾ ഇറങ്ങിയ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ലൂസിഫറിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയും ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയപ്പെടുന്നത് ലാലേട്ടൻ്റെ ഗ്രൂപ്പാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. ആ ഒരു നമ്മളെന്താ ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് നിഗൂഢതകൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആളുടെ സ്ട്രോങ്ങസ്റ്റ് ഒരു ടീം എന്നുള്ളത് ലാലേട്ടൻ്റെ ആണെന്നൊക്കെയായിരുന്നു നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെ ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരം തരുന്നത് മാർച്ച് 27 തന്നെയായിരിക്കും. അതാണ് നമ്മൾ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടന് എന്തായാലും നമ്മൾ ടീസർ കണ്ടവർക്ക് തന്നെ മനസ്സിലായല്ലോ, അദ്ദേഹം അവരുടെ ഗ്യാങ്ങിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിന് ഒത്ത ഒരു എതിരാളി എന്നുള്ളൊരു ഗ്യാങ് തന്നെ നമുക്ക് ഈ ഒരു ടീസർ കണ്ടവർക്ക് തന്നെ മനസ്സിലായി കാണും. വളരെ വലിയൊരു ഗ്യാങ് അവിടെ രൂപപ്പെടുന്നു. ക്യാരക്ടർ പോസ്റ്റിൽ ഒരുപാട് പേര് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഒരുപാട് പേര് വരാനുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആക്ച്വലി ഇത്രയും ക്യാരക്ടേഴ്സ് ഒന്നും അല്ല, ഇതിലും വലിയൊരു വില്ലൻ അല്ലെങ്കിൽ ആ ലാലേട്ടന് ഒത്തൊരു എതിരാളി ഈ ഒരു സിനിമയ്ക്കകത്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടിയുണ്ട്. എന്തായാലും ഇതിൽ തന്നെ എനിക്ക് ഇപ്പോൾ ഇറങ്ങിയ ക്യാരക്ടേഴ്സിൽ തന്നെ ചില സംശയങ്ങൾ, അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് വരുമോ എന്നുള്ള സംശയങ്ങളും ഇല്ല. കാര്യം അതൊക്കെ അങ്ങനത്തെ ചർച്ചകളൊക്കെ നമ്മൾ പല യൂട്യൂബിലും വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടാൻ പോകുന്നത് മാർച്ച് 27 എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു വലിയ ഒരു ബിഗ്ഗസ്റ്റ് മൂവി എവർ ഇൻ മലയാളം മോളിവുഡ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ കുറച്ച് മുന്നേ കണ്ടിരുന്നു കുറച്ച് അപ്ഡേറ്റ്സുകൾ. സിനിമാ സമരം, പ്രൊഡ്യൂസേഴ്സിൻ്റെ സമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കിതൊക്കെ തോന്നുന്നു ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവാം. മാർക്കറ്റിംഗ് അതിന് സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ ആവുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ മാർച്ച് 27 സൂചനാ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും ആ സിനിമയ്ക്ക് അത് പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ലെവലിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ബട്ട് പിന്നെ നമുക്ക് നോക്കാം. ഇവർ ഈ സൂചനാ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും എനിക്ക് എന്താ പറയുക, നമ്മുടെ ഒടിയനൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ ഹർത്താലായിരുന്നു. സിനിമയുടെ റിലേറ്റഡ് സമരമായിരുന്നില്ല. ബട്ട് പാല് പത്രം ഒടിയൻ എന്നുള്ള ലെവലിലായിരുന്നു അന്ന്. അതിന് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ള സംഭവം. ഇത് അതുപോലെ എന്ന് പറയാൻ പറ്റില്ല, കാര്യം സിനിമ സമരമാണ്. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു എന്താ പറയുക, സമരമൊന്നും ഉണ്ടാവില്ല. മാർച്ച് 27 തന്നെ റിലീസാവും. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ തന്നിരിക്കുന്ന അപ്ഡേറ്റ്. എന്തായാലും വൈകുന്നേരം ഒരു അപ്ഡേറ്റും കൂടി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ലാലേട്ടൻ്റെ പോസ്റ്റർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റർ ഇറങ്ങിയ ശേഷം വീണ്ടും കാണാം. Until then, bye.